ലൈവ് ന്യൂസ് പുതുക്കാട്. വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആകെ ഒരു ആശ്വാസ നടപടി എന്ന് പറയുന്നത് നിവർത്തിയില്ലാതാകുമ്പോൾ മയക്കുടി വയ്ക്കുന്നതിന് ഉത്തരവ് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശക്തമായ ശാശ്വതമായ ഒരു നടപടിക്രമം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാകുമെന്നതിന് യാതൊരുവിധ സംശയമില്ല. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കും കട്ടായം. ഏറെക്കാലമായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വനമേഖലയായ പാലപ്പള്ളിയിലും അതുപോലെ തന്നെ എച്ചിപ്പാറ, കുണ്ടായി, കന്നാറ്റുപാടം പ്രദേശങ്ങളിലൊക്കെ തന്നെ വന്യമൃഗശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 7ഓളം മനുഷ്യജീവനുകളാണ് ഈ പാലപ്പള്ളി മേഖലയിൽ മാത്രം പൊലിഞ്ഞിട്ടുള്ളത്. ആന പാവപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളിയെ കുത്തിയും ചവിട്ടിയും കൊന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. ആനകൾ മാത്രമല്ല, ഇപ്പോൾ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതിനായി പുലികളടക്കം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ കർഷകരെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലായാലും അല്ലെങ്കിൽ വാഴയായാലും ഏതൊരു കൃഷിയാവട്ടെ, ആ കൃഷി മുഴുവൻ തന്നെ ആന ചവിട്ടി കളയുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കില്ല. കാരണം നമുക്കറിയാം, ഒരു കൂട്ടം 25-30 ആനകൾ വന്ന് നമ്മുടെ പറമ്പിലേക്ക് കയറുമ്പോൾ എന്ത് കൃഷി ചെയ്താലും അത് മുഴുവൻ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന സമയത്താണ് അത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ ശ്രദ്ധയിൽ പലതവണ നമ്മൾ പെടുത്തിയിട്ടും പല നിവേദനങ്ങൾ കൊടുത്തിട്ടും പല മരണങ്ങൾ സംഭവിച്ചിട്ടും ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് ഈ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. നമ്മളിതൊരു രാഷ്ട്രീയ ചർച്ചയോ മറ്റുള്ളതൊന്നുമല്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സമര പ്രഖ്യാപനം. നമുക്കറിയാം, നമ്മുടെ വീടുകളിലായാലും അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരുടെ വീടുകളിലും വാതിൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ മുറ്റമടിക്കാൻ വരുമ്പോഴാണ് ഈ ആനകളുടെ ശല്യം നമുക്ക് നേരിടുന്നത്. ഇപ്പോൾ ഏറ്റവും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് എച്ചിപ്പാറയിൽ അൽബിയാക്ക ടാപ്പിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹം ടാപ്പ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്താണ് ആന അടിച്ച് അദ്ദേഹം പുഴയിലേക്ക് വീഴുകയും എന്തോ ഒരു ഭാഗ്യത്തിന് പടച്ചവൻ കാത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം, നമുക്ക് സ്വൈര്യമായി ജീവിക്കണം, നമ്മുടെ സ്വത്തിനും സംരക്ഷണം നൽകണം. ഈ ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾക്ക്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം. പാവപ്പെട്ട കർഷകരെയും ടാപ്പിംഗ് തൊഴിലാളികളെയും തോട്ടം തൊഴിലാളികളെയും സംരക്ഷിക്കണം എന്ന് മാത്രം ആവശ്യപ്പെടുകയാണ്. ഈ സമരപ്രഖ്യാപനം ഇപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ കൊച്ചിൻ മലബാർ എസ്റ്റേറ്റിലേക്കും നമ്മൾ വ്യാപിക്കുകയാണ്. കാരണം അടിക്കാട് വെട്ടാതെ വലിയ ഒരു ദുരന്തമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദുരന്തത്തിന് ആരൊക്കെ സാക്ഷ്യം വഹിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിന് ഒരു പരിഹാരം കാണുന്നതുവരെ നമ്മൾ ഈ സമര പോരാട്ടവുമായി മുന്നോട്ട് പോകും. അങ്ങനെ വളരെയേറെ ഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പാലപ്പള്ളിയിലെ തോട്ടം മേഖലയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവുകയും പക്ഷേ ആ മയക്കുവെടി വെച്ച ആന 24 മണിക്കൂറിനകം മരണപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച്, വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആകെ ഒരു ആശ്വാസ നടപടി എന്ന് പറയുന്നത് നിവർത്തിയില്ലാതാകുമ്പോൾ മയക്കുടി വയ്ക്കുന്നതിന് ഉത്തരവ് നൽകുക എന്നുള്ളതാണ്. അതിന്റെ മോചനത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് എത്രയോ ഊർജ്ജസ്വലമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവകാശം നിഷേധിക്കപ്പെട്ട, ജീവിക്കുവാൻ ഒരു മേഖലയുമില്ലാത്ത അല്ലെങ്കിൽ സർവ്വരീതിയിലുള്ള സമാധാനവും നഷ്ടപ്പെട്ട ഒരു ജനസമൂഹത്തിന്റെ അത്താണിയായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെയും സമര പോരാട്ടത്തിന്റെ വീര്യങ്ങളിൽ ഒരുപാട് ഇതിഹാസം രചിച്ച് കടന്നുപോയിട്ടുള്ളതാണ്. ഈ മേഖലയിലെ സമരം ഇതേതെങ്കിലും ഒരു മനുഷ്യ വിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരെയുള്ളതല്ല. നിങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കുവാനുള്ള, സ്വൈര്യമായി അവരുടെ വീടുകളിൽ ഒന്ന് അന്തിയുറങ്ങുവാനുള്ള,
സ്വൈര്യമായി അവരുടെ ജീവോപജീവന മാർഗത്തിന്റെ തൊഴിലന്വേഷിച്ചുന്ന തൊഴിലിടങ്ങളിലേക്കൊന്ന് കടന്നു പോകാനുള്ള, അതോടൊപ്പം തന്നെ തങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുവാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. 7 മനുഷ്യജീവനുകൾ പൊലിഞ്ഞപ്പോഴും ആ കുടുംബങ്ങളൊക്കെ ഏറ്റവും വലിയ അത്താണിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോഴും ചോദിക്കട്ടെ, ഇന്ന് വരെയും ആ മേഖലയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബങ്ങൾ എങ്ങനെയാണെന്ന് ജീവിക്കുന്നതെന്നും അല്ലെങ്കിൽ അവന്റെ വീടുകളിൽ അടുപ്പ് പോയെന്നുണ്ട് എന്ന് അന്വേഷിക്കുവാൻ പോലും ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഈ സമയം വരെയും കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതാണ്. ജീവിക്കാനായി പോരാട്ടം. മൗനം ക്രൂരതയാണ്. മറുപടി പറയൂ സർക്കാരേ. മറുപടി പറയൂ സർക്കാരേ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.